അരി കുതിരാൻ വയ്ക്കാൻ മറന്നുപോയാലും നല്ല സോഫ്റ്റായ പാലപ്പം എളുപ്പത്തിലുണ്ടാക്കാം. പാലപ്പം അഥവാ വെള്ളപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ 1 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അരി ഒരു ഗ്ലാസ്സിൽ അളന്നെടുത്താലും മതിയാകും. ഇത് 220 ഗ്രാം ഉണ്ടാകും. എല്ലാ ചേരുവകളുടെയും കൃത്യമായ തൂക്കം ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം. ഇത്രയും അരി കൊണ്ട് ഏകദേശം 10 പാലപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ അരി 3-4 പ്രാവശ്യം വെള്ളം മാറ്റി നന്നായി കഴുകി വെള്ളം ഊറ്റിക്കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അരി ഒട്ടും കുതിരാൻ വെക്കേണ്ട ആവശ്യമില്ല. നന്നായി കഴുകി വെള്ളം ഊറ്റിക്കളഞ്ഞെടുത്താൽ മാത്രം മതിയാകും. ഇതിലേക്ക് അരി അളന്ന പാത്രത്തിൻ്റെ പകുതി, അതായത് 1/2 കപ്പ് തേങ്ങ ചിരവിയത്, 1/2 കപ്പ് ചോറ്, 3/4 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ആക്റ്റീവ് ഈസ്റ്റ് എന്നിവ ചേർക്കാം. നിങ്ങൾക്ക് ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോകരുതേ. ഇതിലേക്ക് അരി അളന്ന പാത്രത്തിൽ ഒരു പാത്രം, അതായത് 1 കപ്പ് വെള്ളം ചേർക്കാം. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരേ ലെവലിൽ നിരത്തി കൊടുക്കാം. നിങ്ങൾ ഇതുപോലെ കുറച്ച് പാലപ്പം മാത്രമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ചേരുവകളെല്ലാം അരയ്ക്കാനുള്ള മിക്സിയുടെ ജാറിൽ തന്നെ എടുത്തു വെച്ചാലും മതിയാകും. പക്ഷേ ജാറ് ലീക്കില്ലാത്തതാവാൻ ശ്രദ്ധിക്കണേ. ഇനി നമുക്കിത് കുറഞ്ഞത് 6 മണിക്കൂർ അല്ലെങ്കിൽ ഒരു രാത്രി മുഴുവൻ ഇങ്ങനെ തന്നെ വെക്കാം. നമ്മൾ രാവിലെയാണ് പാലപ്പം ഉണ്ടാക്കുന്നതെങ്കിൽ തലേന്ന് രാത്രി ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ ഏകദേശം 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇത് നന്നായി അരച്ചെടുക്കാം. അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് കാലാവസ്ഥ അനുസരിച്ച് 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ മൂടി വയ്ക്കാം. നമ്മൾ മാവ് അരച്ച് വെച്ചിട്ട് ഇപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നല്ല പാകമായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ 8 മണിക്കാണ് അപ്പം ഉണ്ടാക്കുന്നതെങ്കിൽ ഏകദേശം 6 മണിക്ക് ഇതുപോലെ അരച്ചു വെച്ചാൽ മതിയാകും. ഈ രീതിയിൽ ചെയ്താൽ മാവ് കൂടുതൽ പുളിച്ചു പൊന്തി പാത്രത്തിൽ നിന്ന് പുറത്തു പോകുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി അപ്പച്ചട്ടി ചൂടാക്കി ഫ്ലെയിം വളരെ കുറച്ച് വെച്ച് മാവ് കോരി ഒഴിക്കാം. മാവ് ഒഴിച്ച ശേഷം ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ച് പാലപ്പത്തിൽ ഇതുപോലെ നിറയെ ഹോളുകൾ വന്ന ശേഷം നമുക്കിത് മൂടി വയ്ക്കാം. ഏകദേശം 1-2 മിനിറ്റ് കൊണ്ട് അപ്പം വെന്ത് കിട്ടും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഫ്ലെയിം വളരെ കുറച്ച് വെച്ച് വേണം അപ്പം ചുട്ടെടുക്കാൻ, അല്ലെങ്കിൽ അപ്പം നന്നായി കിട്ടില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അടിച്ചു വിടാനും മറന്നു പോകരുതേ. ഇപ്പോൾ അപ്പത്തിൻ്റെ നടുഭാഗമെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റാം. ഇങ്ങനെ എല്ലാം നമുക്ക് ചുട്ടെടുക്കാം. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണേ. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.